അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മൺസൂൺ മഴയെ തുടർന്ന് മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെടുകയും ഒരു സ്കൂൾ അധ്യാപിക ഉൾപ്പെടെ 4 പേരെ കാണാതാവുകയും ചെയ്തു. കനത്ത മണ്ണൊലിച്ചിലിൽ റോഡുകളും പാലങ്ങളും തകർന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ 6 പ്രധാന ജില്ലകൾ നിലവിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പടിഞ്ഞാറൻ അരുണാചലിലെ കൈപന്യൂർ ജില്ലയിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത്. യാസാലി മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ടാണ് വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയത്തിലെ അധ്യാപികയായ നിർമ്മല ഗുപ്ത ഉൾപ്പെടെയുള്ളവരെ കാണാതായത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങിയ അതിശക്തമായ മഴയാണ് മലയോര മേഖലകളിൽ മിന്നൽ പ്രളയത്തിന് കാരണമായത്. കൈപന്യൂർ ജില്ലയിലൂടെ ഒഴുകുന്ന പന്യൂർ നദി അപകടകരമായ രീതിയിൽ കരകവിഞ്ഞ് ഒഴുകുകയാണ്. യാസാലി സർക്കിളിലെ പൂസ എന്ന സ്ഥലത്തുള്ള നീപ്കോ പവർ പ്രൊജക്ട് കോളനിക്ക് സമീപം ഒരു വലിയ സംരക്ഷണ മതിൽ തകർന്നതിനെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ ജനവാസ മേഖലയിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ 18ലധികം വീടുകളും താൽക്കാലിക കെട്ടിടങ്ങളും പൂർണ്ണമായി ഒലിച്ചുപോയി. തവാങ്, സീറോ, ഇറ്റാനഗർ തുടങ്ങിയ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലെ പാലങ്ങളും റോഡുകളുടെ വലിയൊരു ഭാഗവും മലവെള്ളപ്പാച്ചിലിൽ തകർന്നു. കൈപന്യൂർ, കാംലെ, കാദ്രാതി, കുറുങ്, കുമെ, ലോവർ സുബൻസിരി, അപ്പർ സുബൻസിരി എന്നീ 6 ജില്ലകളിലേക്കുള്ള ഗതാഗതവും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. നദിയിലെ ഒഴുക്കിൽപ്പെട്ട ചിലരെ നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി. പരിക്കേറ്റ നിരവധി പേരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പലയിടങ്ങളിലും കിലോമീറ്ററുകളോളം റോഡ് ഇടിഞ്ഞു താഴ്ന്നതിനാലും വൻ പാറക്കൂട്ടങ്ങൾ വീണുകിടക്കുന്നതിനാലും ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് പല ദുരന്തബാധിത പ്രദേശങ്ങളിലേക്കും കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. കനത്ത മഴയും പുകമഞ്ഞും തുടരുന്നതിനാൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിർത്തി റോഡ് നിർമ്മാണ വിഭാഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അരുണാചൽ മലനിരകളിൽ പ്രളയം കടുത്തതോടെ അയൽ സംസ്ഥാനമായ അസമിലെ ദേമാജി, ലഖിംപൂർ എന്നീ താഴ്ന്ന ജില്ലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളോട് സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറുവാൻ അരുണാചൽ മുഖ്യമന്ത്രി പെമ ഖണ്ഡു ആവശ്യപ്പെട്ടു. അവശ്യഘട്ടങ്ങളിലല്ലാതെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി.